മക്കളെ, നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റാഷണലൈസിങ് ദി ഡിനോമിനേറ്റർ. റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. സാർ സിമ്പിൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 1/√a പ്ലസ് √b. നമ്മൾ ഇതിനെ റാഷണലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്, അതിട്ടിട്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1/√a പ്ലസ് √b എന്ന് പറഞ്ഞാൽ √a മൈനസ് √b. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈയും ചെയ്യണം, ഡിവൈഡും ചെയ്യണം. √a പ്ലസ് √b ഇൻറ്റു √a മൈനസ് √b. ഇതാണ് മെത്തേഡ്. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, ഡിനോമിനേറ്ററിൽ √a പ്ലസ് √b കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയും. പ്ലസ് ആണെങ്കിൽ മൈനസ്. അപ്പോൾ √a പ്ലസ് √bയുടെ കോഞ്ചുഗേറ്റാണ് √a മൈനസ് √b. അപ്പം നമ്മൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റും ഉണ്ട്. √a പ്ലസ് √bയുടെ കോഞ്ചുഗേറ്റ് √a മൈനസ് √b ആണ്. ആ √a മൈനസ് √b കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യണം, ഡിവൈഡും ചെയ്യണം. ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ √a മൈനസ് √b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോം കിട്ടും. അപ്പോൾ അത് നമുക്ക് a² മൈനസ് b². ദാ ഇവിടെ √a പ്ലസ് √b ഇൻറ്റു √a മൈനസ് √b. അപ്പോൾ അത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമാണ്. അതിനെ നമ്മൾ a² മൈനസ് b². അത് നമ്മൾ എങ്ങനെ എഴുതും? a² മൈനസ് b² എന്ന് പറയുമ്പം ഡിനോമിനേറ്റർ √a മൈനസ് √b, √a മൈനസ് √b കിടക്കും. താഴെ a മൈനസ് ബി എന്ന് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? √aയുടെ സ്ക്വയർ a വന്നു, √bയുടെ സ്ക്വയർ b വന്നു. അപ്പം ഡിനോമിനേറ്ററിൽ a മൈനസ് ബി എന്ന് കിട്ടും. അപ്പോൾ ആൻസർ √a മൈനസ് √b ഡിവൈഡഡ് ബൈ a മൈനസ് ബി. അപ്പോൾ ഈ ഒരു കൃത്യമായ റൂട്ട് അറിയാമെങ്കിൽ നമുക്കിത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇത് ഓരോന്നും ചെയ്യണം. 1/√7. നമുക്ക് ആദ്യം ഈ 1/√7 എങ്ങനെ ചെയ്യാം? ഡിനോമിനേറ്ററിൽ √7 ആണ്. അപ്പം നമ്മൾ ഈ √7 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യണം. അതായത് 1/√7 നമ്മൾ √7 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുമ്പോൾ √7/7 എന്ന് കിട്ടും. ഇതാണ് റാഷണലൈസ്ഡ് ഫോം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1/√7 മൈനസ് √6 ആണ്. അത് നമ്മൾ എങ്ങനെ ചെയ്യും? 1/√7 മൈനസ് √6 നമുക്ക് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എത്രയാണ്? √7 മൈനസ് √6 ആണെങ്കിൽ √7 പ്ലസ് √6 ആയിരിക്കും കോഞ്ചുഗേറ്റ്. അപ്പോൾ കോഞ്ചുഗേറ്റും ഉണ്ട്, √7 പ്ലസ് √6 ഈ കോഞ്ചുഗേറ്റും ഉണ്ട്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യണം. അപ്പോൾ താഴെയും √7 പ്ലസ് √6. ഡിനോമിനേറ്ററിൽ നമുക്ക് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി വരുമ്പോൾ a² മൈനസ് b². അതായത് 7 മൈനസ് 6 1 വരും ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ √7 പ്ലസ് √6. ഇത് നമുക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം, ഇതിപ്പോൾ √5 പ്ലസ് √2 ആണ്. നമുക്കറിയാം ഇതിൻ്റെ കോഞ്ചുഗേറ്റ് √5 പ്ലസ് √2ൻ്റെ കോഞ്ചുഗേറ്റ് √5 മൈനസ് √2 ആണ്. അപ്പോൾ ഇവിടെ √5 മൈനസ് √2 മുകളിലിട്ടിട്ട് താഴെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ അത് 5 മൈനസ് 2 = 3. ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. ഇനി ഇതുപോലെയാണെങ്കിൽ ഇതാണെങ്കിലോ √7 പ്ലസ് 2. 1/√7 മൈനസ് 2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് √7 പ്ലസ് 2 ആണ്. അപ്പം മുകളിൽ √7 പ്ലസ് 2 വരും, താഴെ √7 മൈനസ് 2 ഇൻറ്റു √7 പ്ലസ് 2. അതായത് 7 മൈനസ് 4 എന്ന് വരും, 3 എന്ന് വരും. അത് മക്കൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് സാറിനെ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണം. അപ്പോൾ ഈ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ എന്താണ് കോഞ്ചുഗേറ്റ്, ആ കോഞ്ചുഗേറ്റ് കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുന്നത്, അതിൻ്റെ ഫാസ്റ്റ് മെത്തേഡ്
നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സാറിൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം.